Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഇംഗ്ലീഷിലെ വില്യം ഷേക്സ്പിയറിൻ്റെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. നമുക്കത് ഓരോ വരികളിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് അതിൻ്റെ സിറ്റുവേഷൻ കൂടി നമ്മളൊന്ന് ഓർക്കണം. ജൂലിയസ് സീസറിൻ്റെ ഘാതകരെ പബ്ലിക്കിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അദ്ദേഹം ഐറണിക്കലി ആണ് പല വാക്കുകളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ നമ്മൾ കേൾക്കുമ്പോൾ ഒരു മീനിങ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു അർത്ഥം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഐറണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് പോയി, നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ തന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഈവൻ ഒരു ചായയാണെന്ന് വെച്ചു, കൂടുതലൊന്നും വേണ്ട, ഒരു ചായയാണെന്ന് വെച്ചു. പരമ ബോറായിട്ടുള്ളൊരു ചായയാണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ചായയെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിഗംഭീരമായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു ചായ ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല, എന്തൊരു ടേസ്റ്റാണ് എന്ന് നമ്മൾ പറയില്ലേ, അല്ലേ? അപ്പോൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നതിൻ്റെ രീതി മനസ്സിലായാൽ മാത്രമേ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് പിടുത്തം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക, എൻ്റെ ചായ ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഐറണി എന്ന് പറയുക. ബട്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഐറണി ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക. ഇല്ലെങ്കിൽ എന്തായിരിക്കും, വിപരീത ഫലമായിരിക്കും ഉണ്ടാവാൻ പോവുക. അപ്പോൾ ഇവിടെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുകയാണ്. നമ്മുടെ ചിത്രത്തിൽ കാണുന്ന പോലെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് താഴെ നിൽക്കുന്നുണ്ട്. സംസാരിച്ച് തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ, നിങ്ങളെനിക്ക് നിങ്ങളുടെ ചെവി തരൂ എന്നാണ് പറയുന്നത്. ചെവി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ എന്നർത്ഥം. ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കൂ, കാരണം ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ സംസ്കരിക്കാനാണ്, അല്ലാതെ അദ്ദേഹത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യർ ചെയ്യുന്ന തിന്മകളൊക്കെ അവരുടെ മരണശേഷവും ജീവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരത് ഓർമ്മ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. നന്മ പലപ്പോഴും അവരെ മറവ് ചെയ്യുന്നതോടൊപ്പം അവരുടെ അസ്ഥിയോടൊപ്പം കുഴിച്ചു മൂടും. സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സീസർ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല, എന്തെങ്കിലും അല്ലാത്തതുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട്, സീസർ ഒരു അതിമോഹിയാണെന്ന് കുലീനൻ എന്നുള്ളത് ഇവിടെ അദ്ദേഹം നല്ല അർത്ഥത്തിലാണ് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുക. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മാന്യനല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മാന്യനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സീസർ അതിമോഹിയാണെന്ന്. അതായത് സീസർ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഇപ്പോൾ നമ്മുടെ ബ്രൂട്ടസ് പറഞ്ഞിട്ടുണ്ട് സീസർ അതിമോഹിയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ തെറ്റായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സീസർ അതിന് വളരെ കഠിനമായ രീതിയിൽ തന്നെ ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഇനി ഇതാ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട്, ബ്രൂട്ടസിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നു. അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന്, അല്ലേ? മാന്യനായ വ്യക്തിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ ലൈൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ ആ മാന്യതയിൽ എന്തെങ്കിലും സംശയിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയില്ല എന്താണ് അദ്ദേഹം പറയാൻ പോകുന്ന കഥ എന്ന്. അപ്പോൾ അവർ കേൾക്കുമ്പോൾ എന്താണ്, മാന്യനാണെന്ന് കേൾക്കുള്ളൂ. എന്നാൽ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയും അതിന്. ആ വാക്കിന് അങ്ങനെയാണ് പറയാം. പറഞ്ഞ് ഇതാണ് ഇയാൾ ഉദ്ദേശിച്ചതല്ലേ എന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നൊരു രീതിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സോ ആ വേർഡ് നമുക്ക് ആവശ്യമാണ്, മാനിപ്പുലേഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ബ്രൂട്ടസ് മാന്യനാണോ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് ബ്രൂട്ടസിൻ്റെ കൂടെ ഈ ചെയ്തിക്ക് കൂട്ടുനിന്നവരെല്ലാവരും മാന്യരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാനിതാ ഈ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം സീസറിനെ പറ്റി വിവരിക്കുകയാണ്. അവൻ എൻ്റെ സുഹൃത്തായിരുന്നു, എനിക്ക് വിശ്വസ്തനും നീതിമാനുമായിരുന്നു. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് അവൻ അതിമോഹിയായിരുന്നു എന്നാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഉടനെ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ.
ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണ്. പിന്നെ വീണ്ടും സീസറിനെ പറ്റി, അവൻ നിരവധി തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മോചനദ്രവ്യം കൊണ്ട് നമ്മുടെ ഖജനാവ്, പൊതു ഖജനാവ് നിറച്ചു. അതായത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, അവിടെ നിന്ന് വിജയിച്ച് വരുമ്പോൾ ശത്രുപക്ഷത്ത് നിന്ന് ഓപ്പോസിറ്റ് ആരാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുവരും, കൊല്ലില്ല അവരെ. എന്നിട്ട് അവരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും അമൂല്യങ്ങളായ ശേഖരങ്ങൾ ഓഫർ ചെയ്യും. അപ്പോൾ ഇവർ വിട്ടുകൊടുക്കും. അങ്ങനെ പണം അല്ലെങ്കിൽ അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് റോമിലെ ഖജനാവ് നിറച്ചു. റോമിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, റോമിൻ്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് സീസർ. അങ്ങനെയുള്ള സീസറിനെ നിങ്ങൾക്ക് അതിമോഹിയായി തോന്നിയോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം. ദരിദ്രർ കരഞ്ഞപ്പോൾ സീസർ കരഞ്ഞിട്ടുണ്ട്. അതായത് അതിമോഹം കൂടുതലായ ആൾക്കാർ എങ്ങനെയായിരിക്കും, അതികഠിനമായ കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. സീസർ അങ്ങനെയാണോ? ഒരിക്കലും സീസർ അതിമോഹിയല്ല. ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സെക്യൂർ ആകാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുള്ളൂ. അദ്ദേഹം ജീവിച്ചത് റോമൻസിന് വേണ്ടിയിട്ടാണ്. സോ പറയുന്നുണ്ട്, അഭിലാഷം കൂടുതൽ കഠിനമായ കാര്യങ്ങളാൽ നിർമ്മിതമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അതിമോഹിയാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ അല്ലേ. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ബ്രൂട്ടസിനെ ഒന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ പറയണം. അല്ലാതെ അദ്ദേഹത്തിന് ആ സംസാരം അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജനങ്ങളോട്, നിങ്ങളെല്ലാവരും ലൂപ്പക്കോൾ കണ്ടതല്ലേ, എന്താണ് നടന്നതെന്ന്. ഞാൻ അദ്ദേഹത്തിന് 3 തവണ കിരീടം സമ്മാനിച്ചു. ആ 3 തവണയും അദ്ദേഹം നിരസിച്ചു. ഇതിനാണോ അഭിലാഷം എന്ന് പറയുക? അത്യാഗ്രഹം എന്ന് പറയുന്നത് ഇതിനാണോ? ഇതായിരുന്നോ അഭിലാഷം എന്നാണ് ചോദ്യം. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് സീസർ അതിമോഹിയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് വീണ്ടും പറയാം ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന്. അപ്പോൾ എന്നിട്ട് പറയാണ് ബ്രൂട്ടസ് പറഞ്ഞത്, അതായത് സീസർ അതിമോഹിയാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനൊന്നും അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്, അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജനങ്ങളോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരിക്കൽ അവനെ സ്നേഹിച്ചിരുന്നു. കാരണമില്ലാതെയാണ് നിങ്ങൾ അവനെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ ഓർത്ത് ദുഃഖിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്കതിന് അർഹതയുണ്ട്. കാരണം നിങ്ങൾ അവനെ സ്നേഹിച്ചവനാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ അവനെ നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. എന്തിനു വേണ്ടിയിട്ട്? അവനെക്കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, വിധിയെ അല്ലേ, അല്ലെങ്കിൽ നീതി ദേവതയെ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ എന്ന പോലെ, നീ ക്രൂര മൃഗങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതി ദേവതയ്ക്ക് എങ്ങനെയായിരിക്കണം? നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ്. പക്ഷേ നീ ആരുടെ കൂടെ നിന്നു? ക്രൂരരുടെ കൂടെ നിന്നു, അടുത്തേക്ക് ഓടിപ്പോയി. മനുഷ്യർക്ക് അവിടെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ്, നമ്മുടെ ഈ കവിതയിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം സീസറിനോടൊപ്പം ശവപ്പെട്ടിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ? സീസർ ഇപ്പോൾ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. എൻ്റെ ഹൃദയം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി സീസറിനെ വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. സീസറിന് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ ഹൃദയം ഇപ്പം എൻ്റെ കയ്യിലില്ല. എവിടെയുള്ളത്? സീസറിൻ്റെ ശവപ്പെട്ടിയിലാണുള്ളത്. അത് എന്നിലേക്ക് തിരികെ വരുന്നത് വരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴേ ഞാൻ നിർത്തുള്ളൂ. എപ്പോഴാണ് തൻ്റെ ഹൃദയം തിരിച്ചു വരിക? സീസറിൻ്റെ ഘാതകരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന സമയത്ത്. അതുവരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും സീസറിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അത്രേ നമ്മുടെ പാഠത്തിൽ പറയുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് പ്രസംഗം നീണ്ടുപോകുന്നതും അതിൻ്റെ യുക്തി ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും ബ്രൂട്ടസിനും കൂട്ടർക്കും ശിക്ഷ കിട്ടുന്നതും ഒക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് അത് നമുക്കിവിടെ ആവശ്യമില്ല. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.